ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തി ഇറാനും US-ഉം തമ്മിലുള്ള ആണവ ചർച്ച നടക്കുന്നതിനിടെയാണ് ഇറാൻ്റെ മിസൈൽ പരീക്ഷണം. ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തിയത്. 1200 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹാസം ബാസിർ ഖര ഇന്ധന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചുവെന്നാണ് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. പുതിയ ഖര ഇന്ധന മിസൈലിന് മുൻ മിസൈലുകളേക്കാൾ മികച്ച പ്രഹരശേഷി ഉണ്ടാകുമെന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി ജനറൽ അസീസ് നസീർ സാദെ പറഞ്ഞത്. താഡ്, പാട്രിയറ്റ് പോലെയുള്ള ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ശേഷിയുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അവകാശപ്പെട്ടു. ഏപ്രിൽ 17-ന് മിസൈൽ പരീക്ഷിച്ചതായാണ് റിപ്പോർട്ട്. പരീക്ഷണത്തിൻ്റെ ദൃശ്യങ്ങൾ ഞായറാഴ്ച പുറത്തുവിടുകയും ചെയ്തു. പരീക്ഷണ വിക്ഷേപണത്തിൽ മിസൈൽ അതിൻ്റെ ലക്ഷ്യം കണ്ടെന്നും ഇറാൻ അവകാശപ്പെട്ടു. കഴിഞ്ഞ വർഷം ഇസ്രായേലിനെതിരെ ട്രൂ പ്രോമിസ് 1, ട്രൂ പ്രോമിസ് 2 എന്നീ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിരുന്നു. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പരീക്ഷിച്ച മിസൈലിന് ഉയർന്ന പ്രഹരശേഷിയുണ്ടെന്നും ഇറാൻ പറയുന്നു. ഞങ്ങളെ ആക്രമിക്കുകയോ യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്താൽ ഞങ്ങൾ ശക്തിയോടെ പ്രതികരിക്കും. പ്രതിരോധ മന്ത്രി US-ന് മുന്നറിയിപ്പ് നൽകി. അവരുടെ താവളങ്ങളെയും ഞങ്ങൾ ആക്രമിക്കും. അക്കാര്യത്തിൽ ഞങ്ങൾ മടിക്കില്ല. ആക്രമണവുമായി ഏതറ്റം വരെയും പോകുമെന്നും ജനറൽ നസീർ സാദെ വ്യക്തമാക്കി. നമ്മൾ നമ്മുടെ അയൽ രാജ്യങ്ങളുടെ ശത്രുക്കളല്ല, അവർ നമ്മുടെ സഹോദരന്മാരാണ്. പക്ഷേ അവരുടെ മണ്ണിലുള്ള അമേരിക്കൻ താവളങ്ങളായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ, പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഇറാനിലുടനീളം സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളും ഉണ്ടായി. ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാനിൽ സ്ഫോടനങ്ങളുണ്ടായത്. മഷാദിലെ ഒരു മോട്ടോർ സൈക്കിൾ ഫാക്ടറിയിൽ വൻ സ്ഫോടനമുണ്ടായി. കരാജിലെ പവർ പ്ലാന്റിൽ സ്ഫോടനമുണ്ടായി. ഖോമിയിലും തീപിടുത്തമുണ്ടായി. യമനിലെ സായുധ ഗ്രൂപ്പുകളായ ഹൂതികൾ ഇറാൻ്റെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത്. ബെൻ ഗുരിയോൺ വിമാനത്താവള ആക്രമണത്തിൻ്റെ രീതി ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്ന സൂചനയും പുറത്തുവന്നു. വിമാനത്താവളത്തിന് സമീപം ആക്രമണത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. മാത്രമല്ല, വിമാനത്താവളത്തിൽ നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലുകളിൽ ഒന്നിൽ പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പിന്നാലെയാണ് ഇറാനിൽ സ്ഫോടനങ്ങളും തീപിടുത്തവും ഉണ്ടായത്. പിന്നിൽ ദുരൂഹതയുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതികാര നടപടികളുടെ ഭാഗമാണോ സ്ഫോടനങ്ങളെന്നും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. ബെൻ ഗുരിയോൺ വിമാനത്താവള ആക്രമണത്തിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ അപകടങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് ഉയരുന്ന ചോദ്യം.